നമസ്കാരം. മിക്ക ആളുകളും ഒരു കമ്പനിയുടെ സാമ്പത്തിക ആരോഗ്യം അറിയാൻ നേരെ നോക്കുന്നത് അതിന്റെ ലാഭക്കണക്കുകളിലേക്കാണ്. ശരിയാണ്. എന്നാൽ പരിചയസമ്പന്നരായ അനലിസ്റ്റുകൾക്കറിയാം, ഈ പണത്തിന്റെ ഒഴുക്ക്, അതായത് ക്യാഷ് ഫ്ലോ, അതാണ് ഒരു കമ്പനിയുടെ യഥാർത്ഥ കഥ പറയുന്നതെന്ന്. അതെ അതെ. ലാഭം ഉണ്ടാക്കുന്ന ഒരു കമ്പനിക്ക് പോലും എങ്ങനെ പാപ്പരാകാൻ സാധിക്കും? അല്ലെങ്കിൽ ലാഭനഷ്ടക്കണക്കിൽ ഒളിഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോസ് എങ്ങനെ വെളിപ്പെടുത്തുന്നു? ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കുറച്ച് ആഴത്തിൽ സംസാരിക്കുന്നത്. ഓക്കെ. IAS 7 സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള ഈ സ്റ്റേറ്റ്മെന്റ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത്, അതിന്റെ പ്രാധാന്യം എന്താണ്, ഇതൊക്കെ നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. നമ്മൾ ഇതിനെ പ്രധാനമായും ആശ്രയിക്കുന്നത് കാപ്ലൻ പബ്ലിഷിംഗിന്റെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ 16 ആണ്. ശരിയാണ്. പലപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്, പ്രോഫിറ്റ് ഈസ് ആൻ ഒപ്പീനിയൻ, ക്യാഷ് ഈസ് എ ഫാക്ട്. അതായത് ലാഭം ഒരു അഭിപ്രായം മാത്രമാണ്, പക്ഷെ പണം ഒരു വസ്തുതയാണ്. ഒരു നിശ്ചിത കാലയളവിൽ ഒരു സ്ഥാപനത്തിലേക്ക് എത്ര പണം വന്നു, എത്ര പണം പുറത്തേക്ക് പോയി, അങ്ങനെ അവസാനം കയ്യിലുള്ള പണത്തിലും പണത്തിന് തുല്യമായതിലും, അത് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ്, അതിലെന്ത് മാറ്റമുണ്ടായി എന്ന് വളരെ കൃത്യമായി കാണിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോസ്. അപ്പോൾ ഈ ലാഭക്കണക്ക് മാത്രം നോക്കിയാൽ പോരാ, ഈ പണത്തിന്റെ വരവും പോക്കും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറയുന്നതിന്റെ ഒരു പ്രധാന കാരണം എന്താണ്? ലാഭം കാണിക്കുന്ന കമ്പനികൾക്ക് പിന്നെ എവിടെയാ പ്രശ്നം വരുന്നത്? അത് വളരെ നല്ല ചോദ്യമാണ്. കാരണം ഈ ലാഭനഷ്ട കണക്കിലെ ലാഭം, ആ ഫൈനൽ പ്രോഫിറ്റ് ഫിഗർ, അത് എപ്പോഴും യാഥാർത്ഥ്യത്തെ അതേപടി പ്രതിഫലിപ്പിക്കണമെന്നില്ല. ഓഹോ. കാരണം അതിൽ മാനേജ്മെന്റിന്റെ പല അനുമാനങ്ങളും അവരുടെ ഒരു ജഡ്ജ്മെന്റ് അതൊക്കെ വരുന്നുണ്ട്. ഉദാഹരണത്തിനിപ്പോൾ ഇൻവെന്ററി ഉണ്ടല്ലോ, സ്റ്റോക്ക്, അതിന്റെ മൂല്യം എങ്ങനെ കണക്കാക്കുന്നു, അതെ, പിന്നെ ഡിപ്രീസിയേഷൻ, തേയ്മാനം, അത് ഏത് രീതിയിൽ എത്ര കാലം കൊണ്ട് എഴുതിത്തള്ളണം, ശരിയാണ്, കിട്ടാനുള്ള കടങ്ങൾ, റിസീവബിൾസ്, അതിൽ എത്ര ശതമാനം കിട്ടാക്കടമാവാം, ഇതിനൊക്കെ ഓരോരോ അക്കൗണ്ടിംഗ് പോളിസികൾ തെരഞ്ഞെടുക്കുന്നത് മാനേജ്മെന്റാണ്. ഓക്കെ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പുകൾ ലാഭത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ സാധ്യതയുണ്ട്. ചിലപ്പോ ലാഭം കറച്ച് പെരുപ്പിച്ചു കാണിക്കാൻ വരെ ഇത് ഉപയോഗിച്ചെന്നും വരാം. ആണല്ലേ. അപ്പോൾ കാര്യങ്ങൾ അത്ര സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ല. നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ലാഭത്തിൽ മാറ്റം വരുത്താം. അപ്പോൾ ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് അത് താരതമ്യേന കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒന്നാണോ? അതെ, ഒരു വലിയ പരിധിവരെ അങ്ങനെ പറയാം. കാരണം ഇത് യഥാർത്ഥത്തിൽ നടന്ന പണത്തിന്റെ കൈമാറ്റങ്ങളെയാണ് രേഖപ്പെടുത്തുന്നത്. ശരി. പണം കിട്ടിയതും കൊടുത്തതും ഇത് മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. പിന്നെ കൃത്രിമം കാണിക്കാനുള്ള സാധ്യതയും താരതമ്യേന കുറവാണ്. ഒരു സ്ഥാപനത്തിന് അതിന്റെ പെട്ടെന്നുള്ള ആവശ്യങ്ങൾ, അതായത് ലിക്വിഡിറ്റി, അത് നിറവേറ്റാൻ പണമുണ്ടോ, അതിന് ദീർഘകാലം നിലനിൽക്കാൻ പറ്റുമോ, അതായത് വയാബിലിറ്റി, പിന്നെ വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ സാമ്പത്തിക ശേഷി, ഫിനാൻഷ്യൽ അഡാപ്റ്റബിലിറ്റി, ഇതൊക്കെ ഉണ്ടോ എന്ന് വിലയിരുത്താൻ നിക്ഷേപകർക്കും കടം കൊടുക്കുന്നവർക്കുമൊക്കെ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതെ. ഭാവിയിൽ കമ്പനിക്ക് എങ്ങനെയൊക്കെ പണം വരാം, എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ്, അത് പ്രവചിക്കാനും ഇത് സഹായിക്കും. ശരി. അപ്പോൾ ഒരു കമ്പനിയുടെ ശരിക്കുള്ളൊരു ഹെൽത്ത് അറിയണമെങ്കിൽ ഈ പണമൊഴുക്ക് നോക്കണം. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ഈ സ്റ്റേറ്റ്മെന്റ് ഇതെങ്ങനെയാ തയ്യാറാക്കുന്നത്? IAS 7 ഇതിനൊരു പ്രത്യേക ഫോർമാറ്റ് വല്ലതും പറയുന്നുണ്ടോ? IFRS 7 ഒരു നിർബന്ധിത ഫോർമാറ്റ് അങ്ങോട്ട് തരുന്നില്ല. പക്ഷെ ഒരു കാര്യം നിർബന്ധമായും പറയുന്നുണ്ട്, എല്ലാ പണമൊഴുക്കുകളെയും അതിന്റെ സ്വഭാവം അനുസരിച്ച് 3 ആയിട്ട് തിരിക്കണം. ഓക്കെ, 3 തരം ആക്ടിവിറ്റീസ്. അതെ, 3 പ്രധാന പ്രവർത്തനങ്ങളായിട്ട്. ഇത് അനാലിസിസ് എളുപ്പമാക്കാനാണ് ആ 3 വിഭാഗങ്ങൾ. ഒന്ന് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. അതെ, ഇതാണ് കമ്പനിയുടെ പ്രധാന വരുമാനമുണ്ടാക്കുന്ന ഡേ ടു ഡേ ബിസിനസ്സുമായി ബന്ധപ്പെട്ട പണമൊഴുക്ക്. ഇപ്പോൾ സാധനം വിൽക്കുമ്പോൾ കിട്ടുന്ന പണം, സപ്ലയർമാർക്ക് കൊടുക്കുന്ന പണം, ശമ്പളം കൊടുക്കുന്നത്, ടാക്സ് അടയ്ക്കുന്നത്, അതൊക്കെ ഇതിൽ വരും. ബേസിക്കലി കോർ ബിസിനസ്സിൽ നിന്നുള്ള കാശ്. ശരി. 2 ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, നിക്ഷേപ പ്രവർത്തനങ്ങൾ. അതെ, ഇത് കമ്പനിയുടെ ലോങ് ടേം ഫ്യൂച്ചറിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ടതാണ്. പുതിയ ബിൽഡിംഗ് വാങ്ങുക, മെഷീനറി വാങ്ങുക, അതായത് സ്ഥിരാസ്തികൾ. ഓക്കെ. മറ്റ് കമ്പനികളുടെ ഷെയറിലോ ഡിബഞ്ചറിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, പഴയ ആസ്തി വിൽക്കുമ്പോൾ പണം കിട്ടുന്നത്, ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് പലിശയോ ഡിവിഡൻഡോ കിട്ടുന്നത്, അതെല്ലാം ഇൻവെസ്റ്റിംഗ്. മനസ്സിലായി. 3ാമത്തേത് ഫിനാൻസിംഗ് ആക്ടിവിറ്റീസ്, സാമ്പത്തിക പ്രവർത്തനങ്ങൾ. കമ്പനിക്ക് പ്രവർത്തിക്കാനും വളരാനും വേണ്ട ഫണ്ട് കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ.
അതായത് ഷെയർ ഹോൾഡർമാരിൽ നിന്ന് കാശ് വാങ്ങുന്നത്, ഇഷ്യൂയിങ് ഷെയർസ്, ലോൺ എടുക്കുന്നത്. കടം വാങ്ങുന്നത്. അതെ, കടം വാങ്ങുന്നത്, ബോറോയിങ്സ്, എടുത്ത ലോൺ തിരിച്ചടയ്ക്കുന്നത്, ലീസ് ലയബിലിറ്റീസ് കൊടുക്കുന്നത്, ഷെയർ ഹോൾഡർമാർക്ക് ലാഭവീതം, ഡിവിഡൻഡ് കൊടുക്കുന്നത്, ലോണിന്റെ പലിശ കൊടുക്കുന്നത്, ഇതൊക്കെ ഫിനാൻസിംഗ് ആക്ടിവിറ്റീസിൽ വരും. വളരെ ക്ലിയറായി. അപ്പോ കമ്പനിയുടെ ദൈനംദിന ഓട്ടം, അതായത് ഓപ്പറേറ്റിംഗ്, പിന്നെ ഭാവിയിലുള്ള മുതൽമുടക്ക്, ഇൻവെസ്റ്റിംഗ്, അതിനൊക്കെയുള്ള പണം കണ്ടെത്തൽ, ഫിനാൻസിംഗ്, ഈ മൂന്നും ഇതിൽ വ്യക്തമായി കാണാൻ പറ്റും, അല്ലേ? അതെ. ഔട്ട്ഫ്ലോയും എല്ലാം കൂട്ടി കുറച്ചു കഴിയുമ്പോൾ ആ ഒരു കാലയളവിൽ, സാധാരണ ഒരു വർഷം, കമ്പനിയുടെ കയ്യിലുള്ള പണത്തിലും പണത്തിന് തുല്യമായതിലും, അതായത് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വാലൻസിൽ, ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വാലൻസ്, അതെ, അതിൽ മൊത്തത്തിൽ എന്ത് മാറ്റമുണ്ടായി, എത്ര കൂടി അല്ലെങ്കിൽ എത്ര കുറഞ്ഞു, അതാണ് അവസാനം കാണിക്കുന്നത്. ക്യാഷ് എന്ന് പറയുമ്പോൾ കയ്യിലുള്ള കാശ്, ബാങ്ക് അക്കൗണ്ടിലെ കാശ്, പിന്നെ ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ഉണ്ടെങ്കിൽ അതും വരും. ഓക്കേ. ക്യാഷ് ഇക്വാലൻസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വലിയ നഷ്ടം വരാതെ ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ്സ് ആണ്, വളരെ ലിക്വിഡ് ആയിട്ടുള്ളവ. ഓക്കെ, മനസ്സിലായി. ഇനി നമ്മൾ ഈ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ നിന്നുള്ള ക്യാഷ് ഫ്ലോ കണക്കാക്കുന്ന രീതിയെക്കുറിച്ച് കുറച്ചുകൂടി സംസാരിക്കാം. നമ്മൾ ഇൻഡയറക്റ്റ് രീതിയിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അതെങ്ങനെയാ ചെയ്യുന്നത്? ലാഭത്തിൽ നിന്നാണോ തുടങ്ങുന്നത്? അതെ, ഇൻഡയറക്റ്റ് രീതിയിൽ നമ്മൾ സാധാരണയായി തുടങ്ങുന്നത് ലാഭനഷ്ടക്കണക്കിലെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് അല്ലെങ്കിൽ ചിലപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നിന്നാണ്. ശരി. കാരണം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നിന്നാണല്ലോ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ വരേണ്ടത്. പക്ഷെ താങ്കൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, ലാഭം എന്ന് പറയുന്നത് യഥാർത്ഥ പണമൊഴുക്ക് ആകണമെന്നില്ല എന്ന്. അതെ. അപ്പോൾ ഈ ലാഭത്തിൽ നിന്ന് യഥാർത്ഥ പണമൊഴുക്കിലേക്ക് എത്താൻ എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റുകളാണ് നമ്മൾ ചെയ്യേണ്ടത്? അതെ, അത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണ്. ലാഭം പണമല്ല. അപ്പോൾ ലാഭത്തിൽ നിന്ന് പണമൊഴുക്കിലേക്ക് എത്താൻ നമ്മൾ പ്രധാനമായിട്ടും 2 തരം ക്രമീകരണങ്ങൾ, അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യണം. ഓക്കെ, 2 തരം. ഒന്ന്, നോൺ ക്യാഷ് ഐറ്റംസ്. അതായത് ലാഭത്തെ ബാധിച്ചു, പക്ഷേ യഥാർത്ഥത്തിൽ പണം കൊടുക്കുകയോ കിട്ടുകയോ ചെയ്തിട്ടില്ല. ഉദാഹരണത്തിന്? ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം ഡിപ്രീസിയേഷനും അമോർട്ടൈസേഷനും. ഡിപ്രീസിയേഷൻ, അമോർട്ടൈസേഷൻ, തേയ്മാനം. അതെ, ഇത് ആസ്തിയുടെ മൂല്യത്തിൽ വന്ന കുറവ് ഒരു ചെലവായി നമ്മൾ കാണിക്കുന്നു. പക്ഷേ ഇത് കാരണം കമ്പനിയിൽ നിന്ന് പണം പുറത്തേക്ക് പോകുന്നില്ലല്ലോ. ഇല്ല. ലാഭം കണ്ടുപിടിച്ചപ്പോ ഇത് കുറച്ചിട്ടുണ്ട്. അപ്പോ യഥാർത്ഥ പണമൊഴുക്ക് കാണാൻ ഈ തുക നമ്മൾ ലാഭത്തിനോട് തിരികെ കൂട്ടണം, ആഡ് ബാക്ക് ചെയ്യണം. ഓക്കെ, ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്യണം. അതുപോലെ സ്ഥിരാസ്തി വിൽക്കുമ്പോൾ ലാഭമോ നഷ്ടമോ ഉണ്ടാവാം. പ്രോഫിറ്റ് ലോസ് ഓൺ ഡിസ്പോസൽ. ശരി. ഒരു ആസ്തി വിട്ട് ലാഭം കിട്ടിയെന്ന് കരുതുക. അത് ലാഭക്കണക്കിൽ കൂട്ടിയിട്ടുണ്ടാവും. പക്ഷേ ആ ആസ്തി വിറ്റപ്പോൾ കിട്ടിയ മൊത്തം പണം, ആ ക്യാഷ് പ്രൊസീഡ്സ്, അത് നമ്മൾ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിലാണ് കാണിക്കുന്നത്. ഇൻവെസ്റ്റിംഗിലാണ്. അതെ. അപ്പോൾ ഓപ്പറേറ്റിംഗ് ലാഭത്തിൽ നിന്ന് ഈ പേപ്പറിലെ ലാഭം കുറയ്ക്കണം. നഷ്ടമാണുണ്ടായതെങ്കിൽ അത് ലാഭത്തിൽ നിന്ന് കുറച്ചിട്ടുണ്ടാവും, അത് തിരികെ കൂട്ടണം. മനസ്സിലായി. അപ്പോ നോൺ ക്യാഷ് ഐറ്റംസ് അഡ്ജസ്റ്റ് ചെയ്യണം. രണ്ടാമത്തെ തരം എന്തായിരുന്നു? രണ്ടാമത്തേത് പ്രവർത്തന മൂലധനത്തിലെ മാറ്റങ്ങൾ. ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ. അതെ, വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും സ്റ്റോക്ക്, ഇൻവെന്ററീസ്, കിട്ടാനുള്ള കടങ്ങൾ, ട്രേഡ് റിസീവബിൾസ്, കൊടുക്കാനുള്ള കടങ്ങൾ, ട്രേഡ് പേയബിൾസ്, ഇതൊക്കെയാണ്. ഇവയിലുണ്ടാകുന്ന മാറ്റങ്ങൾ പണമൊഴുക്കിനെ നേരിട്ട് ബാധിക്കും. ഇതൊന്ന് ശ്രദ്ധിച്ചു മനസ്സിലാക്കണം. ഓക്കെ, ഇപ്പോൾ സ്റ്റോക്ക്, ഇൻവെന്ററി, അത് കൂടിയാൽ എന്താ അതിനർത്ഥം? കൂടുതൽ സാധനം വാങ്ങിവെച്ചു, പണം പോയി. അതെ, കൂടുതൽ സാധനം വാങ്ങി, അതിന് പണം ചെലവാക്കി, അപ്പോൾ പണം പുറത്തേക്ക് പോയി, ഔട്ട്ഫ്ലോ. അതിനാൽ ഇത് ലാഭത്തിൽ നിന്ന് കുറയ്ക്കണം. സ്റ്റോക്ക് കുറഞ്ഞാലോ? പഴയ സ്റ്റോക്ക് വിറ്റുപോയി, പണം വന്നു. കറക്റ്റ്, പണം അകത്തേക്ക് വന്നു, ഇൻഫ്ലോ. അപ്പോൾ അത് കൂട്ടണം. ശരി. ഇനി റിസീവബിൾസ്, കിട്ടാനുള്ള കടം. കിട്ടാനുള്ള കടം, റിസീവബിൾസ് കൂടിയാൽ നമ്മൾ കൂടുതൽ കടം കൊടുത്തു. പണം കിട്ടിയിട്ടില്ല, പണം പുറത്താണ്. അപ്പോൾ ക്യാഷ് ഫ്ലോ കുറഞ്ഞു. ഇത് കുറയ്ക്കണം. റിസീവബിൾസ് കുറഞ്ഞാലോ? പഴയ കടം കിട്ടി, പണം വന്നു. അതെ, പണം വന്നു, ഇൻഫ്ലോ. അപ്പോൾ കൂട്ടണം. ഇനി പേയബിൾസ്, കൊടുക്കാനുള്ള കടം. കൊടുക്കാനുള്ള കടം, പേയബിൾസ് കൂടിയാൽ നമ്മൾ സാധനം വാങ്ങി, പക്ഷെ പണം കൊടുത്തിട്ടില്ല. പണം നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കുന്നു. അത് പണം വന്ന പോലെയാണല്ലേ? അതെ, ഒരു ഇൻഫ്ലോ പോലെയാണ്. അപ്പോൾ അത് കൂട്ടണം. പേയബിൾസ് കുറഞ്ഞാലോ? പഴയ കടം കൊടുത്തു തീർത്തു, പണം പോയി. അതെ, പണം പുറത്തേക്ക് പോയി, ഔട്ട്ഫ്ലോ. അപ്പോൾ കുറയ്ക്കണം. ആഹാ, ഇത് കൊള്ളാം.
ഇപ്പൊ വളരെ വ്യക്തമായി. അപ്പോൾ ലാഭത്തിൽ നിന്ന് തുടങ്ങി ഈ നോൺ ക്യാഷ് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ ഈ സ്റ്റോക്ക്, റിസീവബിൾസ്, പേയബിൾസ് എന്നിവയിലെ മാറ്റങ്ങളും ക്രമീകരിച്ചു കഴിയുമ്പോൾ നമുക്ക് ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻസ് കിട്ടും. അതെ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ നേച്ചർബോയ് PLC ഉദാഹരണത്തിൽ ഇത് നന്നായി കാണിക്കുന്നുണ്ട്. ഈ കിട്ടുന്ന തുകയിൽ നിന്ന് ആ വർഷം ശരിക്കും അടച്ച ഇൻകം ടാക്സ് കുറച്ചാൽ, അതെ, ഇൻകം ടാക്സ് പെയ്ഡ്. അത് കുറച്ചാൽ നെറ്റ് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസായി. ശരിയല്ലേ? അതെ, കൃത്യമാണ്. ഈ ഇൻകം ടാക്സും പിന്നെ പലിശ കൊടുത്തതും ഇൻട്രസ്റ്റ് പെയ്ഡ് ചിലപ്പോൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലും കാണിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഫിനാൻസിംഗ് ആക്ടിവിറ്റീസിലും കാണിക്കാം. അത് കമ്പനിയുടെ പോളിസി പോലെയിരിക്കും. ഓക്കെ. അപ്പോ ഈ നോൺ ക്യാഷ് അഡ്ജസ്റ്റ്മെന്റും വർക്കിംഗ് ക്യാപിറ്റൽ മാറ്റങ്ങളും ചെയ്ത് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ കണ്ടുപിടിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു സ്റ്റെപ്പാണ്. പക്ഷേ ഇതൊരു ഭാഗം മാത്രമല്ലല്ലോ. അല്ലല്ല. കമ്പനികൾ വലിയ മെഷീനറി വാങ്ങുന്നതും ലോൺ എടുക്കുന്നതും അങ്ങനെയുള്ള വലിയ ഇടപാടുകൾ എങ്ങനെയാ ഇതിൽ വരുന്നത്? അതാണ് അടുത്ത രണ്ട് ഭാഗങ്ങൾ, അല്ലേ? ഇൻവെസ്റ്റിംഗും ഫിനാൻസിംഗും. അതെ, രണ്ടാമത്തെ ഭാഗം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് ലോങ് ടേം അസറ്റ്സുമായി ബന്ധപ്പെട്ട പണമിടപാടുകളാണ്. സ്ഥിരാസ്തികൾ. അതെ, പുതിയ കെട്ടിടം, പ്ലാന്റ്, മെഷീനറി, PP എന്ന് പറയും. അത് വാങ്ങാൻ കൊടുത്ത പണം. ഇതൊരു ഔട്ട്ഫ്ലോ ആണ്. പണം പോയി. പിന്നെ പഴയ ആസ്തികൾ വിൽക്കുമ്പോൾ കിട്ടുന്ന പണം, അതൊരു ഇൻഫ്ലോ. പണം വന്നു. പിന്നെ മറ്റ് കമ്പനികളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പലിശയോ ലാഭവിഹിതമോ കിട്ടുന്നത്, അതും ഇൻഫ്ലോസ്. ശരി. ഈ PPE വാങ്ങാൻ എത്ര പണം ചെലവാക്കി എന്നൊക്കെ കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ സാധാരണയായി ബാലൻസ് ഷീറ്റിലെ PPE അക്കൗണ്ടും ഡിപ്രീസിയേഷൻ കണക്കും വല്ലതും വിറ്റിട്ടുണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങളും വെച്ച് ഒരു T അക്കൗണ്ട് വരച്ചാൽ എളുപ്പത്തിൽ കിട്ടും. ഓക്കെ, T അക്കൗണ്ട് വർക്കൗട്ട് ചെയ്യാം. അതെ, ടെക്സ്റ്റ് ബുക്കിലെ ഉദാഹരണങ്ങൾ നോക്കിയാൽ അത് ക്ലിയർ ആകും. ശരി. ഇനി മൂന്നാമത്തെ ഭാഗം, ഫിനാൻസിംഗ് ആക്ടിവിറ്റീസ്. ഫിനാൻസിംഗ് ആക്ടിവിറ്റീസ്. ഇത് കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ, അതായത് ഓഹരി മൂലധനം, കടം എന്നിവയെ ബാധിക്കുന്ന ഇടപാടുകളാണ്. റൈറ്റ്. പുതിയ ഷെയർ ഇറക്കി പണം വാങ്ങുന്നത് ഇൻഫ്ലോ, പുതിയ ലോൺ എടുക്കുന്നത് ഇൻഫ്ലോ, എടുത്ത ലോൺ തിരിച്ചടയ്ക്കുന്നത് ഔട്ട്ഫ്ലോ. ലോൺ റീപേയ്മെന്റ്. അതെ. പിന്നെ ലീസ് ലയബിലിറ്റീസ്. അതിന്റെ മുതല് ഭാഗം, ക്യാപിറ്റൽ എലമെന്റ്, തിരിച്ചടയ്ക്കുന്നത് ഔട്ട്ഫ്ലോ. പിന്നെ ലോണിന്റെ പലിശ കൊടുക്കുന്നത് ഇൻട്രസ്റ്റ് പെയ്ഡ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലർ ഓപ്പറേറ്റിംഗിൽ കാണിക്കും, പക്ഷേ ഫിനാൻസിംഗിൽ കാണിക്കുന്നതാണ് കൂടുതൽ ലോജിക്കൽ എന്ന് പറയാം. കാരണം ഇത് ഫിനാൻസിംഗിന്റെ കോസ്റ്റാണല്ലോ. ശരിയാണ്. പിന്നെ ഷെയർ ഹോൾഡർമാർക്ക് ഡിവിഡൻഡ് കൊടുക്കുന്നത് ഡിവിഡൻഡ്സ് പെയ്ഡ്, അതും ഔട്ട്ഫ്ലോ. ഈ ഡിവിഡൻഡ് കൊടുത്തതൊക്കെ എങ്ങനെ കൃത്യമായിട്ട് കണ്ടുപിടിക്കുന്നത്? അതിനും T അക്കൗണ്ട് സഹായിക്കുമോ? തീർച്ചയായും. ഇപ്പോ ഒരു വർഷം എത്ര ഡിവിഡൻഡ് കൊടുത്തു എന്നറിയണമെങ്കിൽ റീറ്റെയിൻഡ് ഏർണിംഗ്സ് അക്കൗണ്ട് നോക്കിയാൽ മതി. അതിന്റെ ഓപ്പണിംഗ് ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ്, ആ വർഷത്തെ ലാഭം, ഇവ തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ കൊടുത്ത ഡിവിഡൻഡ് കിട്ടും. ഓക്കെ. അതുപോലെ ലോൺ അക്കൗണ്ടുകൾ നോക്കിയാൽ പുതിയ ലോൺ എടുത്തതും തിരിച്ചടച്ചതുമൊക്കെ മനസ്സിലാക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഉദാഹരണങ്ങളിൽ അതും വിശദീകരിക്കുന്നുണ്ട്. ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ റെഡിയാക്കണം എന്നതിനെക്കുറിച്ച് നല്ലൊരു ഐഡിയ കിട്ടി. പക്ഷേ ഈ നമ്പറുകൾ മാത്രം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം, എങ്ങനെ അനലൈസ് ചെയ്യണം, അതാണ് യഥാർത്ഥ കാര്യം. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലേ? വാട്ട് ഡസ് ദിസ് ഓൾ മീൻ? വളരെ ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ വ്യാഖ്യാനിക്കുക, ഇന്റർപ്രറ്റ് ചെയ്യുക എന്നതാണ് പ്രധാനം. ചില കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം നോക്കണം. എന്തൊക്കെയാണവ? ഒന്ന്, ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ. ഇത് പോസിറ്റീവാണോ നെഗറ്റീവാണോ? അതായത് പ്രധാന ബിസിനസ്സിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കാൻ കമ്പനിക്ക് പറ്റുന്നുണ്ടോ? ഇത് റിപ്പോർട്ട് ചെയ്ത ലാഭവുമായി എങ്ങനെ താരതമ്യം ചെയ്യാം? ലാഭത്തിനേക്കാൾ കുറവാണോ ക്യാഷ് ഫ്ലോ? എന്തുകൊണ്ട്? സ്ഥിരമായിട്ട് ഇത് പോസിറ്റീവായി നിർത്താൻ പറ്റുന്നുണ്ടോ? വർക്കിംഗ് ക്യാപിറ്റലിൽ വലിയ മാറ്റങ്ങൾ വരുന്നുണ്ടോ? ഇപ്പോൾ സ്റ്റോക്ക് കൂടിക്കൊണ്ടേയിരിക്കുന്നത് സാധനം കെട്ടിക്കിടക്കുന്നതിന്റെ സൂചനയാണോ? റിസീവബിൾസ് കൂടുന്നത് ക്യാഷ് പിരിച്ചെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണോ? ഇതൊക്കെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അതെ. പിന്നെ ഇൻവെസ്റ്റ്മെന്റ്. കമ്പനി പുതിയ ആസ്തികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഡിപ്രീസിയേഷന് പകരം വയ്ക്കാൻ മാത്രമാണോ ഇൻവെസ്റ്റ്മെന്റ്? അതോ അതിൽ കൂടുതലുണ്ടോ? കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്, വളർച്ചയുടെ സൂചനയാണ്. പക്ഷേ എപ്പോഴും പഴയ ആസ്തി വിറ്റ് കാശുണ്ടാക്കുകയാണെങ്കിൽ അതത്ര നല്ല ലക്ഷണമല്ല. ശരി. പിന്നെ ഫിനാൻസിംഗ്. കമ്പനിക്ക് വേണ്ട പണം എവിടുന്നാ വരുന്നത്? ഷെയറിൽ നിന്നാണോ കടത്തിൽ നിന്നാണോ? കടം കൂടിക്കൊണ്ടിരിക്കുകയാണോ? കടം തിരിച്ചടയ്ക്കാൻ പറ്റുന്നുണ്ടോ? ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ടോ? റൈറ്റ്. അവസാനം നെറ്റ് ക്യാഷ് ഫ്ലോ. മൊത്തത്തിൽ കമ്പനിയുടെ കയ്യിലെ കാശ് കൂടുകയാണോ കുറയുകയാണോ?
എന്തുകൊണ്ടാണ് ആ മാറ്റം? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി കൊണ്ടാണോ, അസറ്റ് വിറ്റതുകൊണ്ടാണോ, അതോ ലോൺ എടുത്തതുകൊണ്ടാണോ ക്യാഷ് കൂടിയത്? ആ ഹോളിവുഡ് ഉദാഹരണം ടെക്സ്റ്റ് ബുക്കിലെ പേജ് 392 അതൊന്ന് നോക്കുന്നത് നന്നായിരിക്കും. അവരുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് $304,000 ആയിരുന്നു. പക്ഷേ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ $424,000 ഉണ്ടായിരുന്നു. അതെ, ലാഭത്തേക്കാൾ കൂടുതൽ ക്യാഷ് ഫ്ലോ. അത് നല്ല കാര്യമല്ലേ? തീർച്ചയായും. ലാഭത്തേക്കാൾ കൂടുതൽ പണം ഓപ്പറേഷൻസിൽ നിന്നും കണ്ടെത്താൻ പറ്റിയെന്നത് വളരെ നല്ല സൂചനയാണ്. അത് പ്രധാനമായും സംഭവിച്ചത് വർക്കിംഗ് ക്യാപിറ്റൽ അവർ നന്നായി മാനേജ് ചെയ്തതുകൊണ്ടാണ്. അവരുടെ സ്റ്റോക്ക് കുറഞ്ഞു, അതായത് വിറ്റുപോയി, പണം വന്നു. പേബിൾസ് കൂടി, അതായത് സപ്ലയർമാർക്ക് പണം കൊടുക്കാതെ കയ്യിൽ വെച്ചു. ഓക്കേ. ഇത് രണ്ടും ക്യാഷ് ഫ്ലോ കൂട്ടി. ഈ പണം ഉപയോഗിച്ച് അവർക്ക് ഇൻട്രസ്റ്റും ടാക്സും ഈസിയായിട്ട് അടയ്ക്കാൻ പറ്റി. അതോടൊപ്പം അവർ PPEയിൽ, അതായത് സ്ഥിര ആസ്തികളിൽ വലിയൊരു തുക $540,000 ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഭാവിയിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ്. അതെ, അത് ഫ്യൂച്ചർ ഗ്രോത്തിനു വേണ്ടിയാണെന്ന് കരുതാം. അതേസമയം പുതിയ ഷെയർ ഇറക്കിയും $150,000 പഴയ ലോൺ തിരിച്ചടച്ചും $19,000 അവർ കടത്തിന്റെ അളവ് ഗിയറിംഗ് കുറയ്ക്കാനും ശ്രമിക്കുന്നുണ്ട്. ശരി. അപ്പോ മൊത്തത്തിൽ നോക്കിയാൽ ആ വർഷം ഹോളിവുഡിന്റെ ഫിനാൻഷ്യൽ പൊസിഷനും ലിക്വിഡിറ്റിയും മെച്ചപ്പെട്ടു എന്നാണ് ഈ സ്റ്റേറ്റ്മെന്റ് കാണിക്കുന്നത്. കൊള്ളാം. അപ്പോ ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോസിന്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഉറപ്പായും പ്രധാന ഗുണങ്ങൾ: 1. ഭാവിയിലെ ക്യാഷ് ഫ്ലോ പ്രിഡിക്റ്റ് ചെയ്യാൻ സഹായിക്കും. ഓക്കെ. 2. റിപ്പോർട്ട് ചെയ്ത ലാഭത്തിന്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ പറ്റും. അതായത് ലാഭം ശരിക്കും പണമായി മാറുന്നുണ്ടോ? ശരിയാണ്. 3. മാനേജ്മെന്റിന്റെ ഇൻവെസ്റ്റ്മെന്റ്, ഫിനാൻസിംഗ് തീരുമാനങ്ങൾ എങ്ങനെയാണെന്ന് വിലയിരുത്താം. 4. കമ്പനിയുടെ ലിക്വിഡിറ്റി, അതായത് പെട്ടെന്നുള്ള ബാധ്യത തീർക്കാനുള്ള കഴിവ്, പിന്നെ സോൾവൻസി അഥവാ ദീർഘകാല നിലനിൽപ്പ്, അതൊക്കെ മനസ്സിലാക്കാം. അതെ. പിന്നെ ലാഭക്കണക്കിനെ അപേക്ഷിച്ച് അക്കൗണ്ടിംഗ് പോളിസികൾ വെച്ച് കൃത്രിമം കാണിക്കാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇതിന് പരിമിതികളൊന്നുമില്ലേ? എല്ലാം തികഞ്ഞ ഒന്നാണോ ഇത്? ഇല്ലില്ല, പരിമിതികളുമുണ്ട്. എന്നാലും ഉണ്ട്. എന്തൊക്കെയാണ്? ഒന്നാമതായി, ഇത് കഴിഞ്ഞകാലത്തെ ഡാറ്റയാണ്, ഹിസ്റ്റോറിക്കലാണ്. ഭാവിയിൽ ഇങ്ങനെ തന്നെ ആകുമെന്നൊരു ഉറപ്പുമില്ല. ശരിയാണ്. പിന്നെ ചില രീതിയിലുള്ള കൃത്രിമങ്ങൾ ഇവിടെയും പറ്റും. ഇപ്പോ സപ്ലയർമാർക്ക് കൊടുക്കാനുള്ള കാശ് മനഃപൂർവ്വം താമസിപ്പിച്ചാൽ, പേബിൾസ് കൂട്ടിയാൽ. അതെ, പേബിൾസ് കൂട്ടിയാൽ ആ പീരീഡിലെ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ കൂടുതൽ മെച്ചപ്പെട്ടതായി തോന്നും. ഓഹോ. പിന്നെ ക്യാഷ് ഫ്ലോ മാത്രം നോക്കിയാൽ പോരാ. ലോങ് ടേമിൽ ഒരു കമ്പനിക്ക് നിലനിൽക്കണമെങ്കിൽ ലാഭമുണ്ടായേ പറ്റൂ. സ്ഥിരമായി നഷ്ടത്തിലോടുന്ന കമ്പനിക്ക് ക്യാഷ് ഫ്ലോ മാത്രം വെച്ച് അധികകാലം പോകാൻ പറ്റില്ല. ശരിയാണ്, ലാഭം വേണം. ചിലപ്പോൾ കയ്യിൽ ഒരുപാട് കാശ് വെറുതെ ഇരിക്കുന്നത്, ലാർജ് ക്യാഷ് ബാലൻസ്, അത് പണം എഫിഷ്യന്റായി ഉപയോഗിക്കുന്നില്ല എന്നതിന്റെ സൂചനയുമാകാം. ആ പണം ഇൻവെസ്റ്റ് ചെയ്താൽ കൂടുതൽ വരുമാനം കിട്ടുമായിരുന്നിരിക്കാം. അതും ശരിയാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പരിമിതി, ഈ സ്റ്റേറ്റ്മെന്റിനെ ഒറ്റയ്ക്കെടുത്ത് ഒരു നിഗമനത്തിലെത്തരുത്. ഇതിനെ എപ്പോഴും P&L, അതായത് ലാഭനഷ്ട കണക്ക്, പിന്നെ ബാലൻസ് ഷീറ്റ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ, അതെ, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ, ഇതുമായിട്ടൊക്കെ ചേർത്ത് വായിക്കണം. അപ്പോഴേ ഒരു കംപ്ലീറ്റ് പിക്ചർ കിട്ടും. അപ്പോ ചുരുക്കി പറഞ്ഞാല് ഒരു സ്ഥാപനത്തിന്റെ സാമ്പത്തിക വിശകലനത്തിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോസ് ഒരു നിർണായക ഘടകമാണ്. ലാഭം മാത്രം നോക്കാതെ പണം ശരിക്കും എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു എന്നിത് കൃത്യമായി കാണിച്ചു തരുന്നു. ഓപ്പറേറ്റിംഗ്, ഇൻവെസ്റ്റിംഗ്, ഫിനാൻസിംഗ് എന്ന വേർതിരിവ് അനാലിസിസ് എളുപ്പമാക്കുന്നു. ശരിക്കും കമ്പനിയുടെ പണത്തിന്റെ കഥയാണിത് പറയുന്നത്. അതെ അതെ, നിങ്ങളൊരു കമ്പനിയെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിന്റെ ലാഭക്കണക്കും ഈ പണമൊഴുക്കിന്റെ കണക്കും പിന്നെ ആസ്തി ബാധ്യതകളുടെ കണക്കായ ബാലൻസ് ഷീറ്റും, ഈ മൂന്നും ഒരുമിച്ച് വെച്ച് നോക്കണം. കാരണം ഇവ മൂന്നും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ്. അപ്പോഴേ നിങ്ങൾക്ക് ആ കമ്പനിയെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ കിട്ടുകയുള്ളൂ. തീർച്ചയായും. അപ്പോ കേൾക്കുന്ന നിങ്ങളോട് അടുത്ത തവണ ഒരു കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ട് കാണുമ്പോൾ അതിലെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോസ് എടുത്തൊന്ന് നോക്കുക. അവരുടെ പ്രധാന ബിസിനസ്സിൽ നിന്ന്, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ നിന്ന് സ്ഥിരമായി പണം വരുന്നുണ്ടോ? ആ വരുന്ന പണം അവർ എവിടെയാണോ ഉപയോഗിക്കുന്നത്? പുതിയ ഇൻവെസ്റ്റ്മെന്റിനാണോ, കടം വീട്ടാനാണോ, ഡിവിഡൻഡ് കൊടുക്കാനാണോ? കമ്പനിയുടെ കടം കൂടുകയാണോ കുറയുകയാണോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ആ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് കിട്ടുമോന്ന് നോക്കുക. അവസാനിപ്പിക്കുന്നതിനു മുൻപ് ഒരു ചിന്തയ്ക്ക് വേണ്ടി ഒരു കാര്യം പറയാം. ഒരു കമ്പനി വർഷങ്ങളായി നല്ല ലാഭം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് കരുതുക. സ്ഥിരമായി പ്രോഫിറ്റ് കാണിക്കുന്നു. എന്നാൽ അവരുടെ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ, പ്രവർത്തനങ്ങളിൽ നിന്നുള്ള പണമൊഴുക്ക് മിക്കപ്പോഴും നെഗറ്റീവാണ്. ഓഹോ,
ലാഭമുണ്ട്, പക്ഷേ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ നെഗറ്റീവ്. അതെ. അതായത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിന് ലാഭത്തിനേക്കാൾ കൂടുതൽ പണം ആവശ്യമായി വരുന്നു. ഇത് എപ്പോഴും ഒരു അപകട സൂചനയായിട്ട് കാണണോ? അതോ ഇപ്പോൾ വളരെ വേഗത്തിൽ വളരുന്ന ഒരു കമ്പനി, ഒരു ടെക്നോളജി കമ്പനി, R&Dക്കും മാർക്കറ്റിങ്ങിനും ഒക്കെയായി ഭയങ്കരമായി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പനി, അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്വാഭാവിക ഘട്ടമായിരിക്കുമോ? ഇൻട്രസ്റ്റിംഗ് ചോദ്യം. ലാഭത്തിനപ്പുറം ഈ പണമൊഴുക്കിന്റെ പാറ്റേണുകൾ, അത് നമ്മളോട് എന്തായിരിക്കാം പറയുന്നത്? ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു?